ലേഡീസ് പ്ലാനറ്റിൻ്റെ ഏറ്റവും വലിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക ദയവായിട്ട്, കാരണം എനിക്ക് ഇത്തിരി ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പം നമ്മളെല്ലാവരും പലരുടെയും ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിൽ ഇത്രയും സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതാണോ എന്നുള്ളത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ആ ഒരു സമയത്ത് അവസാന സമയത്ത് ഓടണ്ടല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ വേണ്ട കാര്യങ്ങൾ മറ്റു യൂട്യൂബ് ചാനൽസിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു സ്യൂട്ട് കേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്യൂട്ട് കേസിൻ്റെ ഒരു സൈഡിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒരു സൈഡിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബേബീസിൻ്റെ ഐറ്റംസുമാണ്, ക്ലോത്ത് ഐറ്റംസാണ് ഞാൻ ഈ സ്യൂട്ടിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. സ്യൂട്ട് കേസിൻ്റെ എല്ലാ ക്ലോത്ത് ഐറ്റംസാണ് മോസ്റ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിങ്ങനെ ഒരു സീൽഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ ബാഗ്സിലാണ് ഓരോന്നും ഞാൻ എഴുതി കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് ഈ ഒരു സെക്ഷനിൽ ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നൈറ്റീസ്, അതുപോലെ തന്നെ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഞാനൊരു 4 നൈറ്റീസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഫുൾ ഓപ്പൺ നൈറ്റീസ് ആണ്, 2 നോർമൽ ഫീഡിങ് നൈറ്റീസ് ആണ്. അതായത് ജസ്റ്റ് ഇവിടെ വരെയുള്ള ഓപ്പണിംഗ് ഉള്ള ആ ഒരു ടൈപ്പ് നൈറ്റീസ്. അപ്പോൾ 4 ഫോൾഡ് ചെയ്ത് ഞാനൊരു കവറിൻ്റെ ഉള്ളിൽ, സിപ്ലോ കവറിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ഐറ്റം. എൻ്റെ നല്ലൊരു ഐറ്റം എന്ന് പറയുന്നത് റിട്ടേൺ ഡ്രസ്സാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ബേബി ആയിട്ട് വരുന്ന സമയത്ത് ഇടാനായിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പം അതൊരു ടോപ്പും പാൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഒരു ഇന്നറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു പാക്കായിട്ട് തിരിച്ച് റിട്ടേൺ വരാനായിട്ടുള്ള സാധനത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസീൽഡ് ബാഗിൽ മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഇടാനായിട്ടുള്ള അണ്ടർസ്കേർട്സ് ആണ്. 3 അണ്ടർസ്കേർട്സ്, നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർസ്കേർട്സ് ആണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പം അതാണ് ഒരു സെക്ഷനിൽ. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഇന്നേഴ്സാണ്. ഒരു 4 മെറ്റേണിറ്റി ബ്രാഗുണ്ട്, 4 പാൻറ്റീസും ഞാനൊരു സെക്ഷനാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഞാനത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു സേവ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലെ മെഷീന് 4 പാൻറ്റീസും ഉണ്ട്. ഇപ്പുറത്ത് ബ്രാസ് വെക്കാനായിട്ടുള്ള സെക്ഷനുണ്ട്. അപ്പോൾ ഇത് അതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗിൽ ഞാനതെല്ലാം കൂടി പാക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് തരുന്ന ആൾക്കാണെങ്കിൽ പെട്ടെന്ന് അറിയില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ. അപ്പം എനിക്ക് വേണ്ടിയുള്ള നൈറ്റ് വെയർസും പാവാടാസ്, റിട്ടേൺ ഡ്രസ്സ്, ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള അതുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇപ്പം നമുക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാഡ് വെച്ചിരിക്കുന്നത് ഡിസ്പോസ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോന്നും കീറി ഫോൾഡ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ മറ്റേ ബോക്സിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. കാരണം എത്രത്തോളം ആവശ്യം വരുമെന്ന് നമുക്ക് അറിയില്ല. എൻ്റെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഞാനത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മദർ സെക്ഷനിൽ വെക്കുന്നത്. അപ്പം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ തോർത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ചെല്ലുന്ന ദിവസം മുതൽ എടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ അത് ഞാൻ ബൈസ്റ്റാൻഡർക്കുള്ള ബാഗിലാണ് പാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈസ്റ്റാൻഡർക്കുള്ള ഇതിൽ വരുന്നതാണ് എനിക്ക് പേഷ്യൻറ്റിനുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം ഹോസ്പിറ്റലുകാരത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മിക്കവാറും ഈ ഒരു നൈറ്റീസിൻ്റെ ആവശ്യം വരില്ല, കാരണം അവർ ഹോസ്പിറ്റൽ കൗൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാനൊരു സേഫ്റ്റിക്ക് എടുത്തുന്നുള്ളത് മാത്രം. ഇത് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ യൂസ് ചെയ്യേണ്ട തോർത്തും കാര്യങ്ങളൊക്കെ അത് ഞാനൊരു സെപ്പറേറ്റ് വേറൊരു ബാഗിൽ, അല്ലെങ്കിൽ ഇതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ പാക്ക് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ 2 ടോയ്ലറ്റ് റോൾസ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റീഫിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ടോയ്ലറ്റ് റോൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഫേസ് ടവൽസ് എടുത്തിട്ടുണ്ട്, ചെറുത് 4 ഫേസ് ടവൽസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഫേസ് ടവൽസിൻ്റെ കൂട്ടത്തിൽ ഫേസ് ടിഷ്യൂസിൻ്റെ ഒരു ബോക്സും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബേബി സെക്ഷനിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി സെക്ഷനിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് ബൈസ്റ്റാൻഡർക്കുള്ള ബ്രഷും എൻ്റെ ബ്രഷും ഒരു പേസ്റ്റും കൂടെ ഞാനൊരു ബോക്സിലിട്ട് അതും ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ തന്നെ പാക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ളത്.
അപ്പം ഇത് ഈ ഒരു ബാഗിൽ പോകും തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പാക്ക് ചെയ്യുവാണ് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ. ഇതിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ലോക്ക് ചെയ്യാണ്. അമ്മയുടെ സെക്ഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ബേബി സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. ബേബി സെക്ഷനിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അതും ഈ പറഞ്ഞ കണക്ക് സിപ്ലോ കവേഴ്സിലാണ് ഞാൻ പാക്ക് ചെയ്തത്. അപ്പം സിപ്ലോ കവറിൽ 4 സ്വാഡിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഡിൽ ക്ലോത്ത് ആണെന്നുള്ളത് ഞാനിവിടെ ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആയിരിക്കും എടുത്തു കൊടുക്കുന്നുണ്ട്, ഹസ്ബൻഡ് മറ്റാര് അല്ലെ അമ്മയോ ഒക്കെ ആയിരിക്കും എടുത്തു കൊടുക്കുന്നത്. അപ്പം ബേബിക്ക് വേണ്ടിയിട്ടുള്ള സ്വാഡിൽ ക്ലോത്ത് ആണെന്നുള്ളതും അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും ഞാനിവിടെ എണ്ണമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു സിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഐറ്റം. ഇനി സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഇത് മറ്റൊരു സിപ്ലോ കവറിൽ ജബ്ലാസ് ആണ്. ജബ്ലാസ് കുട്ടിക്കുള്ള ജബ്ലാസ് അതൊരു 6 എണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം കളേർഡ് ജബ്ലാസുമാണ്, 3 എണ്ണം പ്യുവർ വൈറ്റ് ജബ്ലാസുമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാലും തണുപ്പ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ജബ്ലാസിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള റോംപേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു വൈറ്റ് റോംപറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ് ഐറ്റം എന്നുള്ളത് ഞാൻ എപ്പോഴും ഒരു സ്ലിപ്പിൽ എഴുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് എനിക്കറിയുന്ന പോലെ എല്ലാവർക്കും എന്താ ഐറ്റം എന്നുള്ളത് കൺഫ്യൂസ് ആവാതിരിക്കാനായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ എന്താ പറയുക ബേബിക്ക് വേണ്ടിയിട്ടുള്ള വൺസീസ് ആണ്. അപ്പോൾ അത് 3 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ആവശ്യം വരില്ല, എന്നിരുന്നാലും ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അടുത്തതായിട്ടെന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ബോണിന് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പം ന്യൂ ബോൺ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ലേബിൾ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ വൈറ്റ് ടർക്കി ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു സ്വാഡ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്, ഒരു ജബ്ലാടെ പീസ് വെച്ചിട്ടുണ്ട്, പിന്നെ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും കൂടെ ചേർന്ന് ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ലൈബ്രറി റൂമിലായിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനോടായിരിക്കും ചോദിക്കുക എന്താണെന്നുള്ളത്. അപ്പം ഹസ്ബൻഡിന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ആ ഒരു ഐറ്റം മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിൻ്റെ ഉള്ളിൽ എടുത്തു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നിനും ബാഗ് പൊട്ടിച്ചിട്ട് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗിനുള്ളിൽ തന്നെ എല്ലാ ഐറ്റംസും കൂടെ പാക്ക് ചെയ്തത്. അതാണ് ആ ഒരു ഐറ്റം. ഇനി അടുത്തതായിട്ട് വൈറ്റ് നാപ്പി ക്ലോത്ത് ആണ്. ഇത് ശരിക്കും വേണ്ടി വരില്ല, കാരണം നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ വളരെ ഡയപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ പണ്ട് മുണ്ട് കീറി ഇതായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്തെന്നുള്ളത് മാത്രം, ജസ്റ്റ് ഇത് മിക്കവാറും യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് നാപ്പി ക്ലോത്ത്. പിന്നെ 3 പെയർസ് ഓഫ് മിറ്റൻസ് ബൂട്ടീസ് ആൻഡ് ക്യാപ്പാണിത്. അത് എന്താണെന്നുള്ളത് ലേബിൾ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോറി കേട്ടോ, ജലദോഷത്തിൻ്റെ ഒരു നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. മിറ്റൻസും ബൂട്ടീസും ക്യാപ്സും എന്താണെന്നുള്ളത് ഞാൻ എഴുതിയിട്ട് അത് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് ടവൽസ് ആണ്. അത് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് വലിയ ഫേസ് ടവൽസ് 6 എണ്ണം, ചെറിയ ഫേസ് ടവൽസ് 5 എണ്ണം കൂടെ ഉള്ളൊരു പേരാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. 2 ഡ്രൈ ഷീറ്റ്, 2 കളറിലുള്ള 2 ഡ്രൈ ഷീറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊരു മീഡിയം ലെങ്ത് ആണെന്നുള്ളത്. അപ്പോൾ മീഡിയം ലെങ്തിലുള്ള 2 ഡ്രൈ ഷീറ്റ്സ് ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തത്തിലൊരു 3 ബേബി ടർക്കീസ്. ഒന്ന് ഞാൻ ആ ന്യൂ ബോൺ സെറ്റിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്യുവർ വൈറ്റ് ടർക്കി. ഇത് കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള 3 ടർക്കീസാണ്. അപ്പം ക്യാപ് കവറിങ് ഉള്ളതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇത് കുറച്ച് സ്ക്വയർ പീസസ് ആണ്. ഏകദേശം നമുക്ക് ഒന്ന് ഡയപ്പർ യൂസ് ചെയ്യാത്ത സമയത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടവൽസ് 4 സൈഡ് അടിച്ചിട്ടുള്ളതാണ്. നമ്മൾ തുണി കട്ട് ചെയ്ത് മേടിച്ചിട്ട് അതിൻ്റെ 4 സൈഡും അടിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കാനായിട്ട് മോസ്റ്റ്ലി ഡയപ്പേഴ്സ് ആണ് ഇതിൻ്റെ ആവശ്യം. ഇതും വൈറ്റ് നാപ്പി ക്ലോത്തിൻ്റെ ആവശ്യം വരില്ല, എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പം ഇത്രയാണ് ബേബിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലോത്ത് വൈസിൽ പറഞ്ഞു കഴിഞ്ഞാൽ.
അത് ഞാൻ തിരിച്ചു വെക്കാം. അപ്പം ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു ഡ്രൈ ഷീറ്റ്, ടർക്കീസ്, നാപ്പി നിന്ന് 2 ടൈപ്പ് നാപ്പീസ് ഉണ്ട്. നമ്മൾ വാങ്ങിച്ച നാപ്പീസും ഒന്ന് ഇതായിട്ട് ഫേസ് ടവൽസ് ആണ്. പിന്നെ വൺസീസ് അതും പാക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പിന്നെ ജെല്ലാസ്, വൈറ്റ് റോംപേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സിനിമ വരയ്ക്കാനായിട്ട് എല്ലാത്തിൻ്റെ ഐറ്റംസ് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേബീസിനും അയക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഇത് കൂടാണ്ട് നമുക്കൊരു ബാഗ് ഉണ്ട്, അതായത് ഒരു ബോക്സ് ടൈപ്പ്. പിന്നെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൊസ്കിറ്റോ നെറ്റോട് കൂടിയ ഒരു ബെഡാണ്. ബേബി നെറ്റ് ബെഡ്, റെഗുലർ മീഡിയം എന്നുള്ള രീതിക്ക് ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ബെഡ് പീസാണ് വിത്ത് മൊസ്കിറ്റോ നെറ്റ് കവറിങ്. അതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം. അപ്പം ആ ഒരു ഐറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഞാൻ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി ബേബീസിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനി ബേബിക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണ്ട പ്രൊഡക്ട്സും ഐറ്റംസും ഒക്കെ കൂടി ഞാൻ ഇങ്ങനെയൊരു ബാസ്ക്കറ്റിനുള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ബേബി പ്രൊഡക്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫയൽ, അതോടൊപ്പം തന്നെ കുറച്ച് മാസ്കുകൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു കവറിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് N95 മാസ്കുകൾ ആവശ്യമായിട്ട് വരും, അതുപോലെ 3 ലെയർഡ് മാസ്കുകൾ വേണ്ടി വരും. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു, ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇതിൽ വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ആ ഒരു ഐറ്റംസാണ് ഈ ഒരു ഇതിലുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പിരി പാൻറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും നോർമലി പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പം. അപ്പം നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ് കുറച്ച് ദിവസത്തേന് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പിരി പാൻറ്റീസ് ആണ്. ഇത് എവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 10 പീസസ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. അപ്പം ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് ടു XL സൈസിൻ്റെ ഉള്ളിൽ വരുന്നത്, അതായത് 70 സെൻറ്റിമീറ്റർ ടു 115 സെൻറ്റിമീറ്റർ റേഞ്ചിൽ വരുന്ന ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പാഡ്സ് ആണ്. നമുക്ക് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ PGN എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രസ്റ്റ് പാഡ്സ് ആണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പാക്കറ്റ്, ഇതിൽ എനിക്ക് തോന്നുന്നു 20 എണ്ണം ഉണ്ട്. നമ്പേഴ്സ് 12 പീസസ് ആണുള്ളത് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. ഇതും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഒരു സാനിറ്റൈസർ. നമ്മൾ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ല, ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ അലർട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മോൾ സാനിറ്റൈസർ ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇത് ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. പാഡല്ല, മറ്റേ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഡ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ പാൻറ്റീസ് തന്നെ, നമുക്ക് പാഡ് ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അത് കൂടാതെ ഇനിയിപ്പോൾ ബാക്കിയുള്ള അപ്പം അമ്മയുടെ സെക്ഷനിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ബ്രസ്റ്റ് പാഡ്സ് വേണം, ഡിസ്പോസിബിൾ പാൻറ്റീസും അതിൻ്റെ പാൻറ്റി ലൈനേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ സാനിറ്റൈസേഴ്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും അമ്മയുടെ സെക്ഷനിലാണ്. ഇനിയിപ്പോൾ അടുത്ത ബേബി സെക്ഷനിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ബേബിയുടെ വൈപ്സ് ആണ്. അത് ഞാൻ മദർ സ്പെർഷൻ എന്ന് പറയുന്ന ബ്രാൻഡിന് 99% പ്യുവർ വാട്ടറിൻ്റെ ബ്രാൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്. ഇനിയിപ്പോൾ അടുത്തതായിട്ടെന്ന് പറയുന്നത് സെറാമിഡിൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ ബേബിക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ക്ലെൻസിങ് ബാർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെറാമിഡിൻ്റെ ഒരു പൗഡർ മേടിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സിറാബെഡിൻ്റെ ഒരു ഡൈപ്പർ റാഷ് ക്രീമും മേടിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡൈപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൈപ്പർ റാഷ് ക്രീമും കൂടി എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്ക് ലിസ്റ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സും ഇതിൻ്റെ കൂടുതൽ ഷാമ്പൂവും അവരെനിക്ക് ഹോസ്പിറ്റൽ ചെക്ക് ലിസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഷാമ്പൂ മേടിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഡേ തന്നെ ബേബിനെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പൂ മേടിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ മേടിച്ചു. അത് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഷാമ്പൂ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹോസ്പിറ്റലിൽ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് സെറാബെഡിൻ്റെ ഐറ്റംസ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ബേബീസിൻ്റെ നെയിൽസ് ആ സമയത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നെയിൽ കട്ടറും ഒരു കുഞ്ഞി കോമ്പും കൂടെ ചേർന്നൊരു സെറ്റ് ഞാൻ മേടിച്ചത് ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു സെറ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡൈപ്പേഴ്സാണ്, ബേബി ഡൈപ്പേഴ്സ്. അപ്പോൾ ബേബി ഡൈപ്പേഴ്സ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ പാൻസ് ആണ്. അതിൽ 24 ഐറ്റംസ് ഉണ്ട്. അപ് ടു 5 kg അവർ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ബെല്ല എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയും കൂടെ ഡൈപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സൈഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു ഇതേ കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അത്രയും നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് വൈസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചതുപോലെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു അമ്മയ്ക്കും ബേബിക്കുമുള്ള ഡ്രസ്സ് ഐറ്റംസാണ്. ഇതിനുള്ളിൽ ബേബിക്കും അമ്മയ്ക്കും വേണ്ടിയുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അതൊരു ബാസ്ക്കറ്റിനുള്ളിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മൊസ്കിറ്റോ നെറ്റ് ബെഡാണ്. അപ്പം അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ളപ്പം ഇതെടുത്ത് വണ്ടിയിൽ പാക്ക് ചെയ്ത് റെഡിയായി വെച്ച് നമുക്ക് പോകാവുന്നതാണ്. ഇതിലെന്തെങ്കിലും ആ സാധനങ്ങളൊക്കെ കൂടുതലാണോ എന്തെങ്കിലും സാധനങ്ങൾ കുറവാണോ എന്നുള്ളതെല്ലാം ഞാൻ പിന്നീട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ്. താങ്ക് യു.